ഹായ് എവ്രി വൺ, ദീപയാണ് കേട്ടോ. എല്ലാ പേർക്കും എ വെരി വെരി ഹാപ്പി സുപ്രഭാതം. നമുക്കേ നിർമാല്യം തൊഴാൻ പോയാലോ? അങ്ങനെ പത്മനാഭ നിർമാല്യമൊക്കെ തൊഴുത് കറക്റ്റ് സമയമായപ്പോൾ ശ്രീകണ്ഠേശ്വരത്തെത്തി. രാവിലെ നിർമാല്യമൊക്കെ തൊഴുതപ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി കേട്ടോ. അവിടുന്ന് നേരെ ഞങ്ങൾ ശ്രീവരാഹത്തെ വടക്കടയിൽ പോയി. അവിടെ രാവിലെ നല്ല ചൂട് ചൂട് വട കിട്ടും. ഏട്ടനും ആദിമോനും കിച്ചുമോനും ഒക്കെ ചായ കുടിച്ച് ഞാനൊരു കോഫി കുടിച്ചായിരുന്നു. എന്നിട്ട് ഞങ്ങൾ 5:30 മണിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തി. ഈ ചേട്ടനാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം സ്ഥിരമായിട്ട് പാല് കൊണ്ടുവരാറ്. ആദിമോനെ കണ്ടപ്പോൾ വിശേഷം ചോദിക്കുന്നതാണ്. ഞാൻ രാവിലെ വടക്കടയിൽ നിന്ന് രസവടയും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ദോശയ്ക്ക് വേണ്ടിയിട്ട് വെള്ള ചട്നിയും കൂടെ ഉണ്ടാക്കി. ഇന്നലെ തന്നെ മാവൊക്കെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇഡ്ഡലിയെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം ദോശയാണേ. രസവട രാവിലെ വാങ്ങിച്ചപ്പോൾ ചൂടുണ്ടായിരുന്നു കേട്ടോ, എന്നാലും അതൊരു ഇച്ചിരി തണുത്ത് പോയി. അത് കാരണം അത് ഞാൻ നന്നായിട്ട് തിളപ്പിച്ചു. അപ്പോൾ ചൂടോടുകൂടി ദോശയും രസവടയും സാമ്പാറും ഒക്കെ കഴിക്കാമല്ലോ. ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മോരുകറിയാണ് ഉണ്ടാക്കിയത്. ചേമ്പും കിഴങ്ങിട്ട് വെച്ച മോരുകറിയായിരുന്നു കേട്ടോ. പിന്നെ ചിക്കൻ ഒരു ഇച്ചിരി ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. നാടൻ കോഴിയായിരുന്നു. അപ്പോൾ അത് കാരണം അത് വേകാൻ ഇച്ചിരി സമയം എടുക്കുമല്ലോ. ഞാൻ അതുകൊണ്ട് കുക്കറിൽ ചിക്കൻ വേകാൻ വെച്ചു. ഇച്ചിരിയേ ഉള്ളത് കൊണ്ട് ഞാൻ ഒരു ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് ഒരു ചിക്കൻ കറിയും കൂടെ ആക്കി. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് സ്മൈലിംഗ്.